അടുത്തത് നായകരുടെ നാളെ എന്ന പങ്ക്തിയിലേക്കാണ്. നായകരുടെ നാളെ പങ്ക്തിയിൽ ആദ്യ ദിവസം നമ്മൾ പരിശോധിച്ചത് പിണറായി വിജയനാണ്. രണ്ടാമത്തെ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. മൂന്നാമത്തെ ദിവസം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. പിന്നീട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ഇന്നിപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് എം.വി. ഗോവിന്ദനാണ്, CPM സംസ്ഥാന സെക്രട്ടറി. ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെയും ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട്, തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഭാവി എന്താവും, പല സാധ്യതകളാണ് മുന്നിലുള്ളത്. എന്തായാലും ആ സാധ്യതകളിലേക്ക് എം.വി. ഗോവിന്ദന്റെ സാധ്യതകൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകുന്ന നേതാക്കളുടെ ഭാവി സാധ്യതകൾ വിശകലനം ചെയ്യുന്ന നായകരുടെ നാളെ പങ്ക്തിയിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. എം.വി. ഗോവിന്ദനെ വിലയിരുത്തണമെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് പറയേണ്ടി വരും. കോടിയേരിയുടെ അകാല വിയോഗത്തെ തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായ എം.വി. ഗോവിന്ദൻ നേരിടുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളിയും ഈ താരതമ്യമാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മാരകമായ കോംബോ ആയിരുന്നു അത്. സമീപനത്തിലും സംസാരത്തിലും പ്രവർത്തന ശൈലിയിലുമൊക്കെ വ്യത്യസ്തരായ രണ്ടു നേതാക്കൾ. പക്ഷേ പരസ്പരം അത്രത്തോളം തിരിച്ചറിഞ്ഞ് ഒരേ മനസ്സോടെ പ്രവർത്തിച്ച രണ്ടു പ്രധാന നേതാക്കൾ സമീപകാലത്ത് കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടായിട്ടില്ല. കേന്ദ്രത്തിൽ BJPയുടെ ശക്തി നരേന്ദ്രമോദിയും അമിത്ഷായും ചേരുന്ന കോംബോ എന്ന് പറയും പോലെ കേരളത്തിൽ CPMന്റെ ശക്തിയായിരുന്നു പിണറായിയും കോടിയേരിയും ചേരുന്ന കോംബോ. കോടിയേരിയുടെ പിൻഗാമിയെയാണ് കണ്ണൂർ കളരിയിൽ നിന്ന് തന്നെയുള്ള എം.വി. ഗോവിന്ദന്റെ വരവ്. പാർട്ടി ക്ലാസുകൾ നന്നായെടുക്കുന്ന, സൈദ്ധാന്തിക വിഷയങ്ങളിൽ ആഴത്തിൽ അവഗാഹമുള്ള, കാര്യമായ പഴിയോ പിഴവോ ഇല്ലാത്ത നേതാവ്.